ലോക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ജർമ്മനിയുടെ ഏറ്റവും കരുത്തനായ നേതാവ് ഫ്രെഡറിക് മെർസ് ഇന്ന് ഭാരതത്തിന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ഇത് വെറും ഒരു നയതന്ത്ര സന്ദർശനമല്ല, മറിച്ച് ലോകക്രമം മാറുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. അമേരിക്കയും ചൈനയും ഒരുപോലെ ഇതിനെ ഭയക്കുന്നു. എന്തുകൊണ്ടാണ് ലോകത്തിലെ വൻ ശക്തികൾ ഈ സന്ദർശനത്തെ ഇത്രയധികം ഭയപ്പെടുന്നത്? മോദി എന്ന ചാണക്യനെറിഞ്ഞ ആ കരുനീക്കം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ലോകത്തിന്റെ അധികാരം ഇനി ഇന്ത്യയുടെ കൈകളിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യൂറോപ്പിലെ വൻ ശക്തിയായ ഫ്രെഡറിക് മെർസ് ഭാരതത്തിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. വെറുമൊരു സന്ദർശനമല്ല ഇത്. ഇന്ത്യയുടെ വളരുന്ന കരുത്ത് കണ്ട ലോക രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറുന്നതിന്റെ തെളിവാണ്. അമേരിക്കയും ചൈനയും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഈ സന്ദർശനത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ജർമ്മനിയിലെ CDU പാർട്ടി നേതാവ് ഫ്രെഡറിക് മെർസ് ഇന്ത്യയെ കാണുന്നത് കേവലം ഒരു വ്യാപാര പങ്കാളിയായല്ല, ചൈനയുടെ ഭീഷണി നേരിടാൻ ലോകത്തിന് ഇന്ത്യ ആവശ്യമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായി ഒരു തന്ത്രപരമായ സഖ്യം രൂപീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആത്മനിർഭർ ഭാരത് വഴി പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ജർമ്മനിയെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അത്യാധുനിക അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിൽ ജർമ്മനി വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ പ്രൊജക്ട് 75 പങ്കാളികളാകാൻ ജർമ്മനി ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ചൈനയുടെ ഇന്ത്യൻ സമുദ്രത്തിലെ കടന്നുകയറ്റം തടയാൻ ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ജർമ്മനിയുടെ ലക്ഷ്യം. സാങ്കേതിക വിദ്യ കൈമാറാൻ അവർ തയ്യാറായത് ഇന്ത്യയുടെ സൈനിക മികവിനുള്ള അംഗീകാരമാണ്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഈ അടുപ്പം പാകിസ്ഥാനും ചൈനയ്ക്കും വലിയൊരു തിരിച്ചടിയാണ്. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഇന്ത്യയുടെ പക്ഷത്തേക്ക് നീങ്ങുന്നത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ഇത് നവഭാരതമാണ്. ഇവിടെ ലോകത്തെ വൻ ശക്തികൾ ഇന്ത്യയുടെ അടുത്തേക്ക് തേടിയെത്തുന്നു. വെറുമൊരു രാഷ്ട്രീയ സന്ദർശനമല്ല ഇത്. ജർമ്മനിയിൽ വലിയ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന സമയത്താണ് മെർസിന്റെ ഈ വരവ്. ജർമ്മനിയുടെ വിദേശ നയത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം അദ്ദേഹം അടിവരയിടുന്നു. നേരത്തെ ജർമ്മനി ചൈനയായിരുന്നു ഏഷ്യയിലെ പ്രധാന പങ്കാളിയായി കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി. ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട ജർമ്മനിക്ക് മുന്നിലുള്ള ഏക വഴി ഇന്ത്യയാണ്. ഇന്ത്യയെ ഒരു ആഗോള ശക്തിയായി അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ചൈനയുടെ ഭയം. ജർമ്മനിയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്ത്യയിലെത്തുന്നത് ചൈനയുടെ തകർച്ചയ്ക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തത ചൈനയുടെ ഉറക്കം കെടുത്തുന്നു. ഇന്ത്യ ഒരു സ്വതന്ത്ര ശക്തിയായി മാറുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ്. യൂറോപ്പിലെ വൻ ശക്തികളുമായി നേരിട്ട് കരാറുകൾ ഉണ്ടാക്കുന്നതിലൂടെ ഇന്ത്യ അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ഭാരതം ഇന്ന് ആരുടെയും പക്ഷത്തല്ല. ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സഹകരണമാണ്. ലക്ഷം കോടികൾ വിലമതിക്കുന്ന അന്തർവാഹിനി കരാറിൽ ജർമ്മനി അതീവ താല്പര്യം കാണിക്കുന്നു. ജർമ്മനിയുടെ കൈവശമുള്ള അത്യാധുനിക എയർ ഇൻഡിപെൻഡന്റ് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ അവർ തയ്യാറായത് വിപ്ലവകരമായ മാറ്റമാണ്. ഇതുവഴി ഇന്ത്യൻ സമുദ്രത്തിൽ ചൈനീസ് കടന്നുകയറ്റം പൂർണ്ണമായും തടയാൻ ഇന്ത്യക്ക് സാധിക്കും. ആത്മനിർഭർ ഭാരതിലൂടെ ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന ഒരു ശക്തിയായി ഇന്ത്യ മാറുകയാണ്. എന്തുകൊണ്ടാണ് ജർമ്മൻ കമ്പനികൾ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്? അതിന് കാരണം നരേന്ദ്രമോദി നടപ്പിലാക്കിയ ഇക്കണോമിക് പോളിസികളാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഭാരതത്തിന്റേതാണ്. ജർമ്മനിയിലെ വലിയ കാർ കമ്പനികളും ടെക്നോളജി സ്ഥാപനങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങാൻ മത്സരിക്കുകയാണ്. ഇത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ചൈനയുടെ വിപണി സ്വാധീനത്തെ തകർക്കാനുള്ള ഭാരതത്തിന്റെ തന്ത്രമാണ്. ലോകം മുഴുവൻ സാമ്പത്തിക ബാധ്യത്തിൽ പതറുമ്പോൾ ഇന്ത്യ ഒരു പ്രകാശ ഗോപുരമായി ജ്വലിച്ചു നിൽക്കുന്നു. അർദ്ധചാലകങ്ങൾ, നിർണായക ധാതുക്കൾ, പ്രതിരോധ സുരക്ഷാ പദ്ധതി, നൈപുണ്യ വികസനം എന്നിവയിൽ ഇന്ത്യയും ജർമ്മനിയും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കാൻ പോവുകയാണ്. ഇന്ത്യയും ജർമ്മനിയും ഒരു പ്രതിരോധ സുരക്ഷാ റോഡ് മാപ്പ് അനാച്ഛാദനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയിലെ പ്രതിരോധ നിർമ്മാണ ശൃംഖല അടിത്തറയെ ശക്തിപ്പെടുത്തുകയാണ്. ഹൈദരാബാദിൽ ഒരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു പ്രമുഖ അന്തർവാഹിനി നിർമ്മാതാവിന്റെ ഉന്നത എക്സിക്യൂട്ടീവുകൾ ഉൾപ്പെടെ 25 അംഗ സിഇഒമാരുടെ ഒരു സംഘവും മെർസിനൊപ്പമുണ്ട്. ശക്തമായ പ്രതിരോധ ബന്ധങ്ങൾ അജണ്ടയുടെ ഭാഗമാകുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 25 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, വൈദഗ്ധ്യം,
മൊബിലിറ്റി എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിലും പ്രതിരോധം, സുരക്ഷ, ശാസ്ത്രം, നവീകരണം, ഗവേഷണം, ഹരിത സുസ്ഥിര വികസനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ പ്രധാന മേഖലകളിലെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലോകം സാമ്പത്തിക മാന്ദ്യത്തിൽ പതറുമ്പോഴും ഇന്ത്യ 7% മുകളിൽ വളർച്ച രേഖപ്പെടുത്തുകയാണ്. ഇതുകൊണ്ടാണ് ലോക നേതാക്കൾ ഇന്ത്യയെ തേടിയെത്തുന്നത്. G20 ഉച്ചകോടിയിലൂടെയും മറ്റും മോദി തെളിയിച്ചത് ഇന്ത്യക്ക് ലോകത്തെ നയിക്കാൻ കഴിയുമെന്നാണ്. ഇന്ന് ജർമ്മനി ഇന്ത്യയെ ആശ്രയിക്കുന്നത് കേവലം വ്യാപാരത്തിനല്ല, മറിച്ച് ഇന്ത്യയുടെ സഹായം തേടിയാണ്. സാങ്കേതിക വിദ്യയിൽ മികച്ചു നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യയെ ആശ്രയിക്കുന്നത് ഭാരതം വിശ്വഗുരുവായി മാറിയെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ചൈന എന്തിനാണ് ഇതിനെ ഭയപ്പെടുന്നത്? ഉത്തരം ലളിതമാണ്. യൂറോപ്പും ഇന്ത്യയും പ്രതിരോധ രംഗത്ത് ഒന്നിച്ചാൽ ഏഷ്യയിലെ ചൈനീസ് ആധിപത്യം തകരും. അത്യാധുനിക കപ്പലുകളും സാങ്കേതിക വിദ്യയും സൈനിക സഹകരണവുമാണ് മെർസിന്റെ അജണ്ടയിലുള്ളത്. ചൈനയുടെ തന്ത്രപരമായ വളർച്ചയെ തടയാൻ ഇന്ത്യയെ പോലൊരു ജനാധിപത്യ ശക്തിക്ക് മാത്രമേ കഴിയുമെന്ന് മെർസ് വിശ്വസിക്കുന്നു. ഇതിലൂടെ ചൈനയുടെ വ്യാപാര പാതകളിൽ പോലും ഇന്ത്യക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഇന്ത്യയുടെ വളർച്ച ചൈനയുടെ പതനത്തിന്റെ തുടക്കമാണ്. അമേരിക്ക നമ്മുടെ സുഹൃത്താണെങ്കിലും ഇന്ത്യ യൂറോപ്പുമായി ഇത്രയധികം അടുക്കുന്നത് അമേരിക്കയ്ക്ക് ചെറിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി ജർമ്മനിയെയും ഫ്രാൻസിനെയും കൂടുതൽ ആശ്രയിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ വിപണിയെ ബാധിക്കും. കൂടാതെ ലോകക്രമത്തിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര ശക്തിയായി മാറുന്നത് അമേരിക്കയുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറമാണ്. ഫ്രെഡറിക് മെർസിന്റെ ഈ സന്ദർശനം വെറുമൊരു വാർത്തയല്ല, അതൊരു മുന്നറിയിപ്പാണ്. വൻ ശക്തികൾക്കിടയിൽ ഇന്ത്യ ഒരു പുതിയ ധ്രുവമായി മാറിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പ്. ജർമ്മനി ഇന്ന് മോദിയെ ഉറ്റുനോക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. യുക്രൈൻ യുദ്ധം കാരണം സാമ്പത്തികമായി തകരുന്ന യൂറോപ്പിന് ഒരു സമാധാന ചർച്ച അത്യാവശ്യമാണ്. പുടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏക ലോക നേതാവ് നരേന്ദ്രമോദിയാണെന്ന് മെർസിനും ജർമ്മനിക്കും അറിയാം. സമാധാനത്തിന്റെ വിശ്വഗുരുവായി മോദി മാറുന്നത് യൂറോപ്പിന്റെ നിലനിൽപ്പിന് അനിവാര്യമായി മാറിയിരിക്കുന്നു. G20 ഉച്ചകോടിയിലൂടെ മോദി തെളിയിച്ചത് ഇന്ത്യക്ക് ലോകത്തെ നയിക്കാൻ കഴിയുമെന്നാണ്. ഒരു കാലത്ത് ഇന്ത്യയെ ആയുധങ്ങൾക്കായി കാത്തു നിർത്തിയവർ ഇന്ന് തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഭാരതത്തിന് നൽകാൻ ക്യൂ നിൽക്കുകയാണ്. ഇതിനെയാണ് നരേന്ദ്രമോദി വിഭാവനം ചെയ്ത വിശ്വഗുരു എന്ന പദവി കൊണ്ട് അർത്ഥമാക്കുന്നത്. അമേരിക്ക ഭയപ്പെടുന്നത് ഇന്ത്യയുടെ ഈ സ്വതന്ത്രമായ വളർച്ചയാണ്. ചൈന ഭയപ്പെടുന്നത് ഹിമാലയത്തിലും ഇന്ത്യൻ സമുദ്രത്തിലും ഇന്ത്യ ഉയർത്തുന്ന പ്രതിരോധത്തെയാണ്. ജർമ്മനിയെ പോലൊരു വൻ ശക്തി ഇന്ത്യയുടെ പക്ഷത്തേക്ക് നീങ്ങുമ്പോൾ തകരുന്നത് ലോകത്തെ പഴയ ശക്തി സമവാക്യങ്ങളാണ്. യൂറോപ്പിന്റെ സാങ്കേതിക മികവും ഭാരതത്തിന്റെ ഇച്ഛാശക്തിയും ഒന്നിക്കുമ്പോൾ പിറക്കുന്നത് പുതിയൊരു ചരിത്രമാണ്. അമേരിക്കയുടെ ആശങ്കകൾക്കും ചൈനയുടെ ഭീതിക്കും മറുപടിയായി ലോകത്തിന്റെ സമാധാനവും പുരോഗതിയും നിശ്ചയിക്കുന്ന ഒരു ഗ്ലോബൽ പവറായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ലോകത്തെ നയിക്കുന്ന വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഭാരതം ചുവടുവയ്ക്കുന്ന ഈ കാഴ്ച ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അതെ, ഇത് നവഭാരതമാണ്. ലോകമിനി ഇന്ത്യയുടെ വാക്കുകൾക്കായി കാതോർക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.